മാതാവ് ഇടപെടുന്ന കാര്യം ചിന്തിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കിടന്നുറങ്ങുന്ന നേരത്താവും ഉടനെ എഴുന്നേറ്റ് നീ ഈ ഓരോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ബ്രദർ, നീ ഇടനെഞ്ചിലിരുന്ന പാട്ട് എഴുതിയ സുരേന്ദ്രനല്ലേ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതെ അതെ ഡൽഹിക്ക് വായോ എന്ന് പറഞ്ഞാൽ എന്നെ ഡൽഹിയിൽ കൊണ്ടുപോയി. അവിടെ മഹറോളിയിൽ ട്രസ്റ്റ് ഗോഡ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ അന്നുണ്ടായിരുന്നു. അവിടെ അഡോറേഷൻ സെൻ്ററാണ്. അവിടെ എനിക്ക് കുറേ കാലം ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തു. കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ പറ്റി. അപ്പോൾ ഓരോ അതുപോലെ ഒരു ദിവസം എഴുന്നേറ്റ് നീ ചങ്ങനാശ്ശേരിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ ചങ്ങനാശ്ശേരിയിലേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത് ചങ്ങനാശ്ശേരിയിൽ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറയണ്ടേ ഇപ്പോൾ എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ ഞാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് കേൾക്കണം. അപ്പം ഞാൻ എന്തായാലും വേണ്ട ശബ്ദം കേട്ടോടത്തേക്ക് ഞാൻ വഴിയൊന്നും അറിയാത്ത കാരണം ആ കുന്നിൻ്റെ മുകളിൽ കൂടെ കയറി. അവിടെ ഒരു കുന്നേ പള്ളി എന്ന് അങ്ങോട്ട് പറയണ ആ സ്ഥലം, അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുകളിലുള്ള പള്ളി, അവിടെ ചെന്ന് അവിടെ ധ്യാനം നടത്തുന്നത് അലക്സ് മുല്ലാമ്പറമ്പിൽ ബ്രദറുടെ ധ്യാനം. അപ്പോൾ എൻ്റെ മാമോദീസ കഴിഞ്ഞിട്ട് ഞാൻ തങ്കി പള്ളിയിലെ ബ്രദറുടെ ധ്യാനം നടക്കുന്നുണ്ട്. തങ്കി പള്ളി സന്ദർശിക്കാൻ ചെന്നപ്പോൾ എൻ്റെ തലതൊട്ടമ്മയും എറണാകുളത്തുള്ള ജോർജ് LC ദമ്പതികളാണ്. അവർ കാരണകോടം ഇടവക. അവരങ്ങനെ അവിടെ കൊണ്ട് ചെന്ന് എന്നെ കൊണ്ട് അവിടെ സാക്ഷ്യം പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബ്രദറാണ് അവിടെ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ബ്രദർ ഇങ്ങനെ കൈ കൊണ്ട് കട്ടി വിളിച്ചു. അപ്പം ഞാൻ ആരെങ്കിലും ഞാൻ പിറകിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കി, ആരെങ്കിലും പിറകിൽ നിൽക്കണ്ടോന്ന്. അപ്പോൾ ആരുമില്ല. അപ്പോൾ എന്നെ തന്നെ ഇങ്ങനെ വിളിച്ചു. പറഞ്ഞാൽ ആ ഇടനെഞ്ചിലിരുന്ന പാട്ട് പാടി വെച്ച് സാക്ഷി ഒന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് മൈക്കെൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ അതൊരു മാതാവിൻ്റെ ഇടപെടൽ. ആ സമയത്ത് എന്നോട് ചെല്ലാൻ പറഞ്ഞതിനാ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മയില്ലെങ്കിൽ അദ്ദേഹം എന്നെ ഓർത്തിട്ട് ഇടനെഞ്ചിലിരുന്ന പാട്ടും പറഞ്ഞിട്ടാണ്. അതുപോലെ ചോദിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ, നീ ഇടനെഞ്ചിലിരുന്ന പാട്ട് എഴുതിയ സുരേന്ദ്രനല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പാട്ടിൻ്റെ അഡ്രസ്സിലാണ് എല്ലായിടത്തേക്ക് എന്നെ ഇങ്ങനെ കൊണ്ടെത്തിക്കുന്നത്.